ഞങ്ങൾക്ക് ചില ആശങ്കകളുണ്ട്. പ്രത്യേകിച്ച് ചങ്ങനാശ്ശേരി താലൂക്കിൽ കൊണ്ടാണ് കോട്ടയം താലൂക്കിൽപ്പെട്ട ഞങ്ങളുടെ വോട്ടിംഗ് മെഷീൻ വെച്ചിരിക്കുന്നത്. യൂഷ്വലി നിയമപ്രകാരം നമ്മളൊന്ന് അറിയിക്കേണ്ടതുണ്ട്. പക്ഷേ വാട്സപ്പിൽ അറിയിച്ചെന്നാണ് അവർ പറയുന്നത്. അതായത് എൻ്റെ നോട്ടീസിൽ പെടുന്നത് ഈ പ്രശ്നം വരുമ്പോഴാണ്. പിന്നെ ഇത് ആര് തീരുമാനമെടുത്തു അങ്ങോട്ട് കൊണ്ടുപോകാൻ, അതിനൊരു ഉത്തരം കിട്ടിയിട്ടില്ല. അപ്പോൾ ചില ആശങ്കകൾ അങ്ങനെയുണ്ട്. കഴിഞ്ഞ ദിവസം കുറച്ച് CCTVകളുടെ അഭാവം കണ്ടു, അത് സൂചിപ്പിച്ചു, അവരത് പരിഹരിച്ചു എന്ന് പറയുന്നു. ഞാൻ വിശദമായിട്ട് ഇപ്പോൾ ഒന്നും പറയുന്നില്ല. കാരണം ഒരു പ്രോസസ്സ് നടക്കുക, ആ പ്രോസസ്സ് നടക്കുന്നതിനിടയിൽ ഞാനതിനെ ഒരു 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 വേറെ തലത്തിലേക്ക് കൊണ്ടുപോകാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ May 4-ന് ചില കാര്യങ്ങൾ പറയേണ്ടി വരും. കാരണം ഈ ഇലക്ഷൻ കമ്മീഷൻ, ഞാൻ ആദ്യം തൊട്ട് പറയുന്നൊരു കാര്യമാണ്, ഒരു ഇൻക്ലൂസീവ് പ്രോസസ്സായിട്ട് ഇതിനെ കൊണ്ടുവരണം. എല്ലാവരും ഉൾപ്പെടുത്തി എത്ര പേരുടെ വോട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ വോട്ട് കട്ടിങ് തുടങ്ങിയതാണ്. കേരളത്തിൽ ആരും പുറത്തു നിന്ന് അങ്ങനെ വന്ന് അതിക്രമിച്ച് മലയാളികളായിട്ടുള്ളവരുടെ എല്ലാ വോട്ടും കട്ട് ചെയ്തിരിക്കുകയാണ്. എത്ര പേരെ ഞാൻ കാണിച്ചു തരാൻ സാധിക്കും? എന്തിനാണ് ഈ ധൃതി പിടിച്ചൊരു SIR കൊണ്ടുവന്ന് ഇത്രയും പേര് വോട്ട് കട്ട് ചെയ്ത്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അത് കഴിഞ്ഞിട്ട് വോട്ട് കയറ്റിയവരെ പോലും പിന്നെയും കട്ട് ചെയ്തിട്ടുണ്ട്. സ്പെഷ്യൽ ഡയറക്ഷൻസ് പ്രകാരം ഹിയറിംഗ് നടത്തിയില്ല എന്ന് പറഞ്ഞ് കട്ട് ചെയ്തിട്ടുണ്ട്. കോട്ടയത്ത് പ്രത്യേകം പോയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു കാര്യം നിൽക്കുന്നു. പിന്നെ നമ്മളെ കൊണ്ടൊന്ന് വിശ്വാസത്തിലെടുക്കണം. നമ്മൾ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇത് സുഗമമായിട്ട് പോകാനാണ്, അതായത് നമുക്കൊരു അജണ്ട ഒന്നുമില്ല. സുഗമമായി, കാരണം ഇത്രയും നാളും ഇല്ലാത്തൊരു കൺഫ്യൂഷൻ ഇപ്പോൾ വരുമ്പോൾ ചില സംശയങ്ങൾ സ്വാഭാവികമാണ്. അതിപ്പം പാലക്കാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്, പല സ്ഥലത്തു നിന്നും വന്നിട്ടുണ്ട്. ഇപ്പം ഇന്നലെ ഞാൻ തമിഴ്നാട്ടിലൊരു EVM മെഷീൻ തുറന്നിരിക്കുന്നതായിട്ട് കണ്ടു. ആ ആൾ ചോദിക്കുകയാണ്, ഞങ്ങളുണ്ടായിട്ട് പൂട്ടിയതാണ്, എന്തിനു തുറന്നു എന്ന് തമിഴ്നാട് ചോദിക്കുന്നത് ഞാൻ കണ്ടു. വീഡിയോസ് പുറത്തു വന്നിട്ടുണ്ട്. പക്ഷെ കഴിഞ്ഞ ദിവസം കൽക്കട്ട ഹൈക്കോടതി ഇലക്ഷൻ കമ്മീഷനെ വിമർശിച്ചിട്ടുണ്ട്. അത് 2 വീലർ യാത്രകളെ നിരോധിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനം അവർ കൊണ്ടുവന്നപ്പോൾ ഹൈക്കോടതി കർശനമായി അതിനെ വിമർശിച്ചിരിക്കുക. അപ്പം ഇലക്ഷൻ കമ്മീഷൻ ഒരു ആത്മപരിശോധന. അതല്ല, അത് വേണ്ട രീതിയിൽ ഒന്ന് സുരക്ഷിതമായി നിർത്തേണ്ടതുണ്ടായിരുന്നു എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. ഞാൻ കൂടുതൽ പറയുന്നില്ല. CCTVകൾ ഉണ്ടാവണം, അങ്ങനെയുള്ള സുരക്ഷാ മാർഗങ്ങൾ ഉണ്ടാകണം. അങ്ങനെയൊന്നും ഇല്ലാത്തൊരു സാഹചര്യത്തിലാണോ ഇപ്പോൾ അവിടുത്തെ സൂക്ഷിച്ചിരിക്കുന്നത്? അല്ല, അതിപ്പോൾ അത് പരിഹരിച്ചിട്ടുണ്ട്. പരാതിപ്പെട്ടതിന് ശേഷമാണോ പരിഹരിച്ചത്? അതെ. എങ്ങനെയാണ് ചാണ്ടിക്ക് കാണാൻ ഇടയായത്? അല്ല, ഞാൻ അതിലേക്കൊന്നും ഇനി ഫർദർ പോകുന്നില്ല. വരട്ടെ, May 4-ന് ശേഷം ഞാൻ പറയും. വ്യാപകമായിട്ടുള്ള പരാതിയാണ് ഇപ്പോൾ ഈ സമാനമായ തരത്തിലുള്ള ആരോപണങ്ങൾ നേരത്തെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഫലത്തെ ബാധിക്കുമെന്നുള്ളൊരു ആശങ്ക നിലവിലുണ്ട്. അല്ല, അത് വരട്ടെ. ഞാൻ പറഞ്ഞില്ലേ, ഞാനിപ്പോൾ അതിനെക്കുറിച്ച് ഇനി ഫർദറായിട്ട് ഒന്നും പറയുന്നില്ല. പക്ഷെ പറയേണ്ടി വരും. കാരണം ഇലക്ഷൻ കമ്മീഷൻ കുറച്ചുകൂടി ഇലക്ഷൻ കമ്മീഷൻ ഇപ്പം എൻ്റെ ചീഫ് ഇലക്ഷൻ ഏജൻറ്റ് ഒരു കേസ് കൊടുത്തിട്ടുണ്ട്. ആ കേസ് കൊടുത്തത് ഞങ്ങൾക്കുള്ളൊരു ആശങ്കയുടെ ഫലമാണ്. എന്താണ് ആ ആശങ്ക എന്ന് വെച്ചാൽ, 2 അസംബ്ലികൾ ഒരു ഹോളിൽ വെച്ചിരിക്കുകയാണ്. അതൊരു ആശങ്ക തന്നെയാണ് ഞങ്ങളെ സംബന്ധിച്ച്. 2 അസംബ്ലിയുടെ കൗണ്ടിങ് ഒരേ ഹോളിൽ വെച്ചിരിക്കുകയാണ്. ആ ഹോളിൽ വെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. തൊട്ടപ്പുറത്തൊരു ഹോളുണ്ട്, അതിലേക്ക് മാറ്റി വെക്കാം. പക്ഷേ എന്തായാലും വരട്ടെ, നമുക്ക് നോക്കാം എന്തായി തീരുമെന്നുള്ളത്. കേസ് വരുവാണല്ലോ, നോക്കാം.